നമസ്കാരം. ട്രംപിന്റെ അവകാശവാദങ്ങളും ഇല്ലാക്കഥ മെനയലുകളും ഒരർത്ഥത്തിൽ ഒരറ്റത്തു നിന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കുറച്ചു ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചതെന്നുള്ള വാദങ്ങൾക്കുള്ള ഏറ്റവും നല്ല തിരിച്ചടിയുമായി ഏറ്റവും ഒടുവിൽ രംഗത്ത് വന്നത് പാകിസ്ഥാനാണ്. ഇന്ത്യയോട് പാകിസ്ഥാൻ നേരിട്ട് ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് പാകിസ്ഥാൻ തന്നെ തുറന്നു സമ്മതിച്ചതോടെ ദീർഘനാളായി ഇതിൽ ഇടപെട്ട മൂന്നാം കക്ഷി താനാണ് എന്നുള്ള ട്രംപിന്റെ ന്യായവാദങ്ങളൊക്കെ തകർന്നടിഞ്ഞു എന്ന് വേണം പറയാൻ. എന്നാൽ അതിനു പിന്നാലെ ഇന്ത്യക്കെതിരെ മറ്റൊരു ആയുധവുമായി ട്രംപ് വന്നത് റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വഴി പരോക്ഷമായി റഷ്യയെ ഉക്രൈനുമായുള്ള യുദ്ധത്തിന് സഹായിക്കുകയും യുദ്ധം സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ് എന്നുള്ള വാദവുമായിട്ടായിരുന്നു. ആ വാദത്തിന്റെ കരണത്തേറ്റ അടിയായി മാറി ഏറ്റവും ഒടുവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണത്തിന് ചുട്ട മറുപടിയുമായി യുക്രൈൻ പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നത്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കാനും യുക്രൈന്റെ പക്ഷത്തുമാണ് ട്രംപ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന എല്ലാ രാജ്യങ്ങൾക്കുമേൽ അമിത താരിഫ് ചുമത്തുകയും ഇന്ത്യയോട് പ്രത്യക്ഷമായും പരോക്ഷമായും താരിഫ് ചുമത്തുന്നതും കരാർ നിർത്തിവെക്കുന്നതും ഉൾപ്പെടെയുള്ള വലിയ യുദ്ധകോലാഹലങ്ങൾ ട്രംപ് അണിയറയിൽ നടത്തുന്നതിനുമിടയിലാണ് സെലൻസ്കി തന്നെ ട്രംപിന്റെ ഇത്തരം ഇല്ലാത്ത കഥകൾ മെനയലുകൾക്ക് തിരിച്ചടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മുഴുവൻ ലോക രാഷ്ട്രങ്ങൾക്കും നേതാക്കന്മാർക്കും ഏറ്റവും സ്വീകാര്യനായ ഭരണാധികാരിയായി ഇതിനോടകം മോദി മാറിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാവുകയാണ് സെലൻസ്കിയുടെ ഈ പ്രഖ്യാപനം. യുക്രൈൻ യുദ്ധത്തെ സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യയാണെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണത്തിന് മാസ് മറുപടിയുമായാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി രംഗത്ത് വന്നത്. ഇന്ത്യ മിക്കപ്പോഴും യുക്രൈന്റെ പക്ഷത്താണ് എന്ന് സെലൻസ്കി പറഞ്ഞു. ഒപ്പം റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ ഇടപാടിന്റെ കാര്യത്തിൽ വൈകാതെ ഇന്ത്യ നിലപാട് മാറ്റുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും വ്യക്തമാക്കി. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിനിടെ ട്രംപിന്റെ ആരോപണത്തെക്കുറിച്ച് ചോദ്യമുണ്ടായപ്പോഴാണ് സെലൻസ്കി ഇങ്ങനെ പറഞ്ഞത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഇന്ത്യയും ചൈനയും യുക്രൈൻ യുദ്ധത്തെ സാമ്പത്തികമായി സഹായിക്കുകയാണെന്ന ചൊവ്വാഴ്ചത്തെ UN പൊതുസഭയിലുള്ള ട്രംപിന്റെ ആരോപണത്തിനേറ്റ വലിയ തിരിച്ചടിയായി മാറി ഇത്. അതിനെതിരെ G7 രാജ്യങ്ങളോടും ഐക്യരാഷ്ട്ര സഭയോടുമൊക്കെ ഇന്ത്യക്ക് വലിയ തോതിലുള്ള താരിഫ് ചുമത്തണമെന്നും സമ്മർദ്ദപ്പെടുത്തണമെന്നും പാഠം പഠിപ്പിക്കണമെന്നും ഒക്കെ ട്രംപ് ഘോരം പ്രസംഗിക്കുന്നതിനിടയിലാണ് അത് പറയാൻ താൻ ആരാടോ എന്നുള്ള ചോദ്യം പോലെ സെലൻസ്കിയുടെ വരവ്. ഇന്ത്യ മിക്കപ്പോഴും ഞങ്ങൾക്കൊപ്പമാണ് എന്നും ഊർജ മേഖലയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ യൂറോപ്പുമായി ചേർന്ന് ട്രംപിന് അത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നത് എന്നും പറഞ്ഞ സെലൻസ്കി ഇന്ത്യയുമായി കൂടുതൽ ശക്തവും ദൃഢവുമായ ബന്ധമുണ്ടാക്കണമെന്നുള്ള ആഗ്രഹവും പങ്കുവച്ചു. ഇന്ത്യയുടെ പിന്തുണ നഷ്ടപ്പെടാതിരിക്കാൻ പറ്റുന്നതെല്ലാം ചെയ്യുമെന്നും അപ്പോൾ അവരുടെ മനോഭാവം മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനാകുമെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് ട്രംപുമായി നടത്തിയ സമീപകാല ചർച്ചകൾ ക്രിയാത്മകമായിരുന്നെന്നും സെലൻസ്കി പറഞ്ഞു. എന്നാൽ യുദ്ധം തീർക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ തയ്യാറല്ല എന്നും വിജയിക്കില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ് എന്നും സെലൻസ്കി കുറ്റപ്പെടുത്തി. റഷ്യ ഇന്ന് എല്ലാ തരത്തിലും സമ്പൂർണമായി ആശ്രയിക്കുന്ന ഏക ശക്തി ചൈനയാണെന്നും ചൈന ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധം തീർക്കാവുന്നതേ ഉള്ളൂ എന്നും സെലൻസ്കി UN രക്ഷാസമിതിയിൽ പറഞ്ഞിരുന്നു. ചൈനയില്ലാതെ പുതിയ റഷ്യ ഒന്നുമല്ല എന്നും പറഞ്ഞു. ഇതോടെ ട്രംപ് നാണം കെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഇതുവരെ ആർക്കു വേണ്ടിയാണോ ഓരോന്ന് ചെയ്തു കൂട്ടുന്നു എന്ന് നടിച്ചിരുന്നത് അവർ തന്നെ തള്ളി പറഞ്ഞതോടുകൂടി മോദിയുടെ പവർ എന്താണ് എന്ന് ട്രംപിന് ഒന്നുകൂടി നന്നായി മനസ്സിലായിട്ടുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച